ആലപ്പുഴ മാന്നാറിലെ കലയുടെ കൊലപാതകത്തിൽ ഭർത്താവ് ഒന്നാം പ്രതി. കലയുടെ ഭർത്താവ് അനിൽ ഉൾപ്പെടെ 4 പേരാണ് പ്രതികൾ. കലയ്ക്ക് മറ്റൊരാളുമായി ബന്ധമെന്ന സംശയമാണ് കൊലപാതകത്തിന് കാരണം. പെരുമ്പുഴ പാലത്തിൽ വെച്ചാണ് കൊലപാതകം നടന്നതെന്നും മാരുതിക്കാരിൽ മൃതദേഹം കൊണ്ടുപോയെന്നും എഫ്ഐആറിൽ പറയുന്നു. എഫ്ഐആറിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. അനിലിന്റെ ബന്ധുവായ സുരേഷിന്റെ മൊഴിയാണ് കൊലപാതകം തന്നെയാണെന്ന് സ്ഥിരീകരിക്കുന്നതിൽ നിർണായകമായത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കലയെ കൊലപ്പെടുത്തിയതായി അനിൽകുമാർ അറിയിച്ചതായിട്ടാണ് സുരേഷിന്റെ മൊഴി. അനിൽ വിളിച്ചതനുസരിച്ച് പെരുമ്പുഴ പാലത്തിലെത്തിയപ്പോൾ പാലത്തിൽ പാർക്ക് ചെയ്തിരുന്ന കാറിൽ കലയുടെ മൃതദേഹം കണ്ടു. മറവ് ചെയ്യാൻ സഹായിക്കണമെന്നും അഭ്യർത്ഥന നടത്തിയപ്പോൾ പറ്റില്ലെന്നറിയിച്ചു മടങ്ങിയതായും സുരേഷ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. പ്രതികളെ അല്പസമയത്തിനുള്ളിൽ ചെങ്ങന്നൂർ കോടതിയിൽ ഹാജരാക്കും. മാന്നാർ പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ ഈ പ്രതികളുള്ളത്. ആരൊക്കെയാണ് പ്രതികൾ എന്നത് സംബന്ധിച്ചുള്ള കൂടുതൽ വ്യക്തത പുറത്തു വരേണ്ടതുണ്ട്. ഇന്നലെ പോലീസ് വ്യക്തമാക്കിയത് അനിൽകുമാർ തന്നെയാണ് ഇതിൽ മുഖ്യപ്രതി എന്ന കാര്യമാണ്. അതായത് ഭർത്താവ് അനിൽകുമാർ ഇപ്പോൾ അദ്ദേഹം വിദേശത്താണ്. വിദേശത്ത് നിന്നും ഇയാളെ നാട്ടിലേക്ക് എത്തിക്കാനാണ് പോലീസ് ശ്രമിച്ചത്. പക്ഷേ അതിന് സാഹചര്യം ഒരുങ്ങാത്ത പശ്ചാത്തലത്തിലാണ് വീണ്ടും അന്വേഷണങ്ങളുമായി മുന്നോട്ട് വരികയും ഒടുവിൽ മാധ്യമങ്ങളിലടക്കം ഈ വാർത്ത വരികയും ചെയ്തത്. പോലീസ് നടത്തിയ സുപ്രധാനമായ നീക്കങ്ങളാണ് ഈ കേസിൽ അങ്ങേയറ്റം നിർണായകമാവുന്നത്. ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ കോടതിയിൽ പോലീസ് നൽകും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ഇന്നലെ ഈ മൃതദേഹ അവശിഷ്ടങ്ങൾ കുഴിച്ചെടുത്ത് അവിടെ കണ്ടെത്തിയ ഇടത്ത് ആ വീട്ടിൽ സ്ഥലത്തെത്തിച്ച് അവിടെ തെളിവെടുപ്പടക്കമുള്ള മറ്റു കാര്യങ്ങളും ഉണ്ടാകും. ഒപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ദുരൂഹതകൾ പുറത്തു വരേണ്ടതുമുണ്ട്. ഇന്നലെ ആലപ്പുഴ SP വ്യക്തമാക്കിയപ്പോൾ, ചൈത്ര തെരേസ ജോൺ വ്യക്തമാക്കിയപ്പോൾ എങ്ങനെയാണ് ഈ കൊലപാതകം സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ പോലീസ് തയ്യാറായില്ല. എന്തായാലും വളരെ പ്രധാനപ്പെട്ട നീക്കമാണ്. ആജ്ഞ രവീന്ദ്രൻ മാന്നാറിലുണ്ട്. മാന്നാർ പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നും ആജ്ഞ രവീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു. ആജ്ഞ, വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന കാര്യമാണ്. ദുരൂഹതകൾ ഇനിയും അവശേഷിക്കുന്നുണ്ട്. 15 വർഷത്തിനപ്പുറമുള്ള ഒരു കേസിൽ ഒരു സ്ത്രീ മിസ്സായിട്ട് അത് സംബന്ധിച്ച് ഒരു പരാതിയും ഉണ്ടാവാതിരുന്നു എന്നതാണ് ഈ കേസിനെ ഇവിടം വരെ എത്തിച്ചത് എന്നതാണ് ഒരു പശ്ചാത്തലം. അത് ദുരൂഹമായി ഇപ്പോഴും അവശേഷിക്കുകയും ചെയ്യുകയാണ്. എന്താണ് ഇന്നത്തെ പോലീസിന്റെ നീക്കം? പ്രതികൾ ഇപ്പോൾ എവിടെയാണുള്ളത്? സജിത, ഇന്നൊരു ഏകദേശം 11 മണിയോടുകൂടി പോലീസ് പ്രതികളെ ചെങ്ങന്നൂർ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ മാന്നാർ പോലീസ് സ്റ്റേഷനിലാണ് പ്രതികൾ ഉള്ളത്. നമ്മളിപ്പോൾ മാന്നാർ പോലീസ് സ്റ്റേഷന് മുന്നിലാണുള്ളത്. ഇവിടെ നിന്നും പ്രതികളെ കോടതിയിലേക്ക് കൊണ്ടുപോകും. ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ നൽകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ഒന്നാം പ്രതി അനിൽകുമാർ ഇസ്രയേലിലായതുകൊണ്ട് അദ്ദേഹത്തിന്റെ അച്ഛനുമായി ചേർന്ന് ആ വഴി സംസാരിച്ചിട്ടുണ്ട്, പോലീസ് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നോ നാളെയോ പ്രതിയെ ഈ നാട്ടിലെത്തിക്കാനുള്ള സാഹചര്യമാണ് മുന്നിൽ കാണുന്നത്. എന്തായാലും ഈ ഒന്നാം പ്രതി അനിൽകുമാർ എത്തിയ ശേഷം മാത്രം ആയിരിക്കും കൂടുതൽ നടപടികളിലേക്ക് കടക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇപ്പോൾ കസ്റ്റഡിയിലുള്ള പ്രതികളുടെ മൊഴി അനുസരിച്ചിട്ട് ഈ അനിൽകുമാർ മാത്രമാണ് കൊലപാതകത്തിൽ നേരിട്ട് പങ്കുള്ളത്. മറ്റുള്ളവരൊക്കെ മൃതദേഹം കണ്ടു എന്നാണ് പറയുന്നത്. ഇതിൽ പരാതിക്കാരനായ സുരേഷ് കുമാർ, അദ്ദേഹം വലിയരുമ്പുഴ പാടത്തിൽ വെച്ചിട്ട് അനിൽകുമാർ മൃതദേഹവുമായി എത്തിയ സമയത്ത് ഇയാളെ വിളിക്കുന്നു. ഈ കലയെ കൊലപ്പെടുത്തിയെന്ന്, അല്ലെങ്കിൽ കലയുടെ മൃതദേഹം അദ്ദേഹം ഒരു മാരുതിക്കാരിൽ കാണുന്നു. ഈ കൊലപാതകം സംഭവിച്ചു, അല്ല മരണം സംഭവിച്ചു പോയി, അതുകൊണ്ട് തന്നെ അത് മറവ് ചെയ്യാൻ സഹായിക്കണമെന്ന് സുരേഷിനോട് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം. പക്ഷേ സുരേഷ് അതിൽ നിന്നും അങ്ങനെ സഹായിക്കാനാകില്ല എന്ന് പറഞ്ഞ് പിന്മാറുകയാണ് ഉണ്ടായത് എന്നാണ് പ്രധാന പരാതിക്കാരനായ സുരേഷ് വ്യക്തമാക്കുന്നത്. അയാളാണ് ഈ കേസിലെ ഒന്നാം സാക്ഷി എന്ന് പറയുന്നത്. അദ്ദേഹം തന്നെയാണ് പ്രധാന പരാതിക്കാരനും. ഇദ്ദേഹത്തിന്റെ പരാതി അനുസരിച്ചിട്ട് ഈ 15 വർഷം എന്തുകൊണ്ടാണ് ഇതേപ്പറ്റി സംസാരിക്കാതിരുന്നത് എന്ന് പറയുമ്പോൾ അനിൽകുമാർ നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാണ് ഈ സുരേഷ് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് പോലീസിനെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാം പ്രതി ജിനോയാണ്. ജിനോ ആയിക്കര ജംഗ്ഷനിൽ വെച്ചിട്ടാണ് മൃതദേഹം കാണുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ജിനോ, സോമൻ, പ്രമോദ് എന്നിവരാണ് ഇപ്പോൾ 2, 3, 4 പ്രതികളായി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത്. ഒന്നാം പ്രതി അനിൽകുമാർ ഇസ്രായേലിലാണ്. ഇസ്രായേലിൽ നിന്നും കൊണ്ടുവരേണ്ടുന്ന ഒരു നടപടിക്രമങ്ങളുണ്ട്. ഇസ്രായേലിൽ നിന്നും അദ്ദേഹത്തെ ഉടൻ തന്നെ കൊണ്ടുവരും, അല്ലെങ്കിൽ ഇന്നോ നാളെയോ അദ്ദേഹം കേരളത്തിൽ എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനിൽകുമാർ എത്തിയ ശേഷം മാത്രമേ ഈ കേസിൽ കൂടുതൽ നടപടികൾ ഉണ്ടാവുകയുള്ളൂ. ഇതിലേക്ക് നയിച്ച സാഹചര്യം എന്ന് പോലീസ് ഭാഷ്യത്തിൽ ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്, ഈ അനിൽകുമാറും കലയും പ്രണയ വിവാഹിതരായിരുന്നു, ഇതര ജാതിയിൽപ്പെട്ട ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ കലയെ വിവാഹം കഴിക്കുന്നതിൽ അനിൽകുമാറിന്റെ ബന്ധുക്കൾ ഈ വിവാഹത്തെ അങ്ങേയറ്റം എതിർത്തിരുന്നു.
ഉണ്ടായിരുന്നു. ആ സമയത്ത് അനിൽകുമാർ അങ്കോളയിൽ ജോലി ചെയ്തിരുന്ന ഒരു സാഹചര്യമായിരുന്നു. ആ സാഹചര്യത്തിലാണ് അനിൽകുമാറും അങ്കോളയിൽ പോയ സമയത്ത് ഈ കലയ്ക്ക് പരപുരുഷ ബന്ധമുണ്ട് എന്ന് ബന്ധുക്കൾ അറിയിച്ചതും അതേ തുടർന്ന് സംശയമുണ്ടാകുന്നു, കലയെ കൊലപ്പെടുത്താനുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് ഈ ബന്ധുക്കളായത്. പിടിയിലായ അനിൽകുമാർ സുഹൃത്തുക്കളും ബന്ധുക്കളും തന്നെയാണ് ഈ കൊലപാതകത്തിൽ മൃതദേഹം മറവ് ചെയ്യാനും സെപ്റ്റിക് ടാങ്കിൽ തള്ളാനുമൊക്കെ സഹായിച്ചത്. ഈ ആളുകളുടെ മൊഴി അനുസരിച്ചിട്ട് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അതായത് കലയ്ക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ഈ റിലേഷൻഷിപ്പിൽ സംശയം തോന്നിയ അല്ലെങ്കിൽ അതിൽ അസ്വസ്ഥത തോന്നിയ അനിൽകുമാർ കലയെ കൊലപ്പെടുത്തുകയായിരുന്നു. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കലയെ കൊലപ്പെടുത്തിയ ദിവസത്തിന് 3-4 ദിവസം മുൻപ് തന്നെ കല പാലക്കാടുള്ള ഒരു യുവാവിനൊപ്പം ഒളിച്ചോടിപ്പോയി എന്നൊരു റൂമർ പരക്കുന്നു. അങ്ങനെ ഒരു കഥയാണ്. അതായത് കലയുടെ വീട്ടുകാർക്കും അറിയുന്നത് ഈ ഒരു കഥയാണ്. പാലക്കാട് സ്വദേശിയായ സൂരജ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുമായി കല അടുപ്പത്തിലായിരുന്നു. അയാളുമായി കല ഒളിച്ചോടിപ്പോയി. ആ ഒരു സാഹചര്യം കണക്കിലെടുത്താണ് അത്. പക്ഷേ അതിനകത്ത് ദുരൂഹമായി പോലീസിന് ഇപ്പോഴും ചൂണ്ടിക്കാണിക്കാനുള്ളത്. അതിനുശേഷം 3 ദിവസം കഴിഞ്ഞിട്ട് കലയെ എറണാകുളത്ത് നിന്നും കൂട്ടിക്കൊണ്ടുവന്നിട്ടാണ് അനിൽകുമാർ കൊലപ്പെടുത്തുന്നത്. കഴുത്തിൽ തുണി മുറുക്കി ആണ് കൊലപ്പെടുത്തുന്നത്. ഒരു മാരുതി കാറിൽ വെച്ചിട്ടാണ് കൊലപ്പെടുത്തുന്നത്. വാടകയ്ക്കെടുത്ത മാരുതി കാറാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. പക്ഷേ ഇതിനകത്ത് ദുരൂഹമായി പറയുന്നത് പാലക്കാടേക്ക് ഒളിച്ചോടിപ്പോയി എന്ന നാട്ടിൽ മുഴുവൻ പ്രചരിച്ച കല എങ്ങനെയാണ് എറണാകുളത്ത് നിന്നും അനിൽകുമാർ കൂട്ടിക്കൊണ്ടുവന്നതെന്നാണ് ഇതിനകത്ത് ദുരൂഹമായി ചൂണ്ടിക്കാട്ടുന്നത്. അതായത് ഒരുപക്ഷെ അനിൽകുമാർ കലയെ ഒളിപ്പിച്ചിരുന്നതായിരിക്കാം, ഇത്തരത്തിലൊരു റൂമർ പരത്തിയതാകാം. ഇങ്ങനെ ഈ ഒരു കൊലപാതകം നേരത്തെ തന്നെ, അതായത് ആസൂത്രിതമായ ഒരു കൊലപാതകം തന്നെ ആയിരുന്നു ഇത്. അതിനെ ഈ ഒരു സാഹചര്യത്തിലേക്ക് നയിക്കാൻ, അതായത് കല മറ്റൊരു ചെറുപ്പക്കാരുടെ ഒപ്പം ഇത്തരത്തിൽ അവർക്ക് അവിഹിത ബന്ധമുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ഒപ്പം ഇറങ്ങിപ്പോയി എന്ന് നാട്ടിൽ പരത്തുകയും അതിനുശേഷം 3 ദിവസത്തിന് ശേഷം കല കൊല്ലപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഈ സാക്ഷിമൊഴികളും പ്രതിയും പോലീസിനോട് വ്യക്തമാക്കുന്നത്. ഈ കസ്റ്റഡിയിലുള്ള 3 പ്രതികളും മൃതദേഹം നേരിട്ട് കണ്ടവരാണ്. ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് മറവ് ചെയ്യാം എന്ന് തീരുമാനമെടുക്കുന്നത്. കാരണം കല കൊല്ലപ്പെട്ടു, അബദ്ധവശാൽ കൊല്ലപ്പെട്ടു എന്നാണ് അനിൽകുമാർ ഇവരെ ബോധ്യപ്പെടുത്തിയത്. ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും കൊല്ലപ്പെട്ടു. ഈ ഒരു കഥ നാട് മുഴുവനുണ്ട്. ഈ കല മറ്റൊരു ചെറുപ്പക്കാരനോടൊപ്പം ഒളിച്ചോടിപ്പോയി എന്നൊരു കഥ നാട് മുഴുവനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കൊലപാതകത്തെ കല മിസ്സിംഗ് ആണ് എന്നൊരു തരത്തിലേക്ക് വരുത്തി തീർക്കുകയായിരുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും 15 വർഷത്തിന് ശേഷം ഈ ഒരു ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിക്കുന്ന 2 ഊമക്കത്തുകൾ, ഈ ഊമക്കത്തുകളുടെ പശ്ചാത്തലത്തിലാണ് ഈ കേസ് വീണ്ടും വെളിച്ചത്ത് വരുന്നത്. അതുവരെ തിരോധാന കേസായിരുന്നു, ഒരു കേസ് പെട്ടെന്ന് കൊലപാതക കേസാകുന്നു. ഇപ്പോൾ രാജ്മോഹൻ